പ്രിയപ്പെട്ട കൂട്ടുകാരെ, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്ന നോവലിനെ പല ഭാഗങ്ങളായി തിരിച്ച് തുടർച്ചയായി വായിച്ചു പോകുന്നതിൻ്റെ 6ാമത്തെ ഭാഗമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. ഇതിനു മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്തവർ അത് കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ എൻ്റെ അവതരണം ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോഴിനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ശ്രീനിയും രാഗിണിയും ഉറങ്ങിക്കിടന്ന ഉരക്കരയിൽ പാതിരാത്രിക്ക് സംഭവിച്ച വിചിത്രമായ സംഭവത്തെ പ്രതിപാദിച്ചാണ് കഴിഞ്ഞ കഥ നമ്മൾ നിർത്തിയത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങാം. രാഗിണി എഴുന്നേറ്റു. ഞാൻ അനങ്ങാതെ കിടന്നു. ഞാൻ ഉണർന്നു കിടക്കുകയാണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. എന്താണ് അവൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ വീർപ്പടക്കൊണ്ട് കിടന്നു. എൻ്റെ ഓഫീസ് റൂമിലേക്ക് അവൾ നടന്നു. അപ്പോൾ ഗാനം അല്പം ഉച്ചത്തിലായി. റോസപ്പടർപ്പിനടുത്തുള്ള ജനലിന് സമീപം അവൾ ചെന്നു നിന്നു. അതിൻ്റെ കമ്പികളിൽ പിടിച്ചുകൊണ്ട് അവൾ വെളിയിലേക്ക് നോക്കി. അവിടെ നിന്നാൽ പാലമരം നന്നായി കാണാം. ഈ ഘട്ടത്തിൽ ഗാനം അത്യുച്ചത്തിലായി. അതിൻ്റെ മാധുര്യം 1000 മടങ്ങ് വർദ്ധിച്ചു. വാക്കുകളില്ലാത്ത ആ ഗാനത്തിൽ വികാരങ്ങളുടെ ഒരു മഹാസമുദ്രമുണ്ടെന്ന് തോന്നി. ഒരു കാമുകൻ്റെ ഗാനമാണത്. മാധുര്യം മാത്രമല്ല, വേദനയും അതിൽ ചേർന്നിരിക്കുന്നു. ആരാണ് കാമുകൻ? ആരാണ് കാമുകി? ഞാൻ എഴുന്നേറ്റ് നിന്നു. കിടക്കറയിൽ നിന്നാലും പാലമരം കാണാം. അലൗകികമായ ഒരു വെളിച്ചത്തിൽ പാലമരം കുളിച്ചു നിന്നിരുന്നു. എല്ലാ വാദ്യോപകരണങ്ങളുടെയും കമ്പികൾ ഒന്നിച്ചു പൊട്ടിയാലെന്ന പോലെ ഗാനം അപ്രതീക്ഷിതമായി നിലച്ചു. പെട്ടെന്നുണ്ടായ നിശബ്ദത ഭയജനകമായിരുന്നു. ജനലഴികൾ പിടിച്ചു നിന്നിരുന്ന രാഗിണി വെളിയിലേക്ക് കൈനീട്ടിയെന്ന് തോന്നി. നിന്നുപോയ ഗാനം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ. ആത്മാവിൻ്റെ തേങ്ങൽ പോലെ ഒരു നെടിയ നിശ്വാസം എവിടെ നിന്നോ ഉയർന്നു. ഞാൻ വേഗം കിടക്കയിൽ നിവർന്നു കിടന്നു. കണ്ണടച്ചു. ഒരു കള്ളനെ പോലെ. രാഗിണി കിടക്കറയിലേക്ക് മടങ്ങി. അവൾ വളരെ നേരം തറയിലിരുന്നു, പാലമരത്തിലേക്ക് നോക്കിക്കൊണ്ട്. അല്പം കഴിഞ്ഞ് പെട്ടെന്ന് ഉണർന്നിട്ടെന്ന പോലെ ഞാൻ ചോദിച്ചു, എന്താ രാഗിണി, ഉറങ്ങിയില്ലേ? വല്ലാതെ കൊതുക് കടിക്കുന്നു. പരിപൂർണമായ ഉത്തരം നൽകുന്ന മട്ടിലാണ് അവൾ സംസാരിച്ചത്. പിന്നെ അടിമുടി പുതച്ചുകൊണ്ട് അവൾ കിടന്നു. ആ ഗാനം അവൾ കേട്ടതാണ്. എന്തിനാണ് അക്കാര്യം അവൾ മറച്ചു വെക്കുന്നത്? അവൾ ജനലരികിൽ പോയതാണ് ആ ഗാനം നന്നായി കേൾക്കാൻ വേണ്ടി. എന്നിട്ടും കൊതുകിൻ്റെ കാര്യമാണ് അവൾ പറഞ്ഞത്. ആ ഗാനം തന്നെ ഉണർത്തിയതാണെന്ന് പറയാത്തത് എന്ത്? അവൾ എന്തോ മറച്ചു വെക്കുന്നു. ആ ഗാനത്തിന് എന്തോ അർത്ഥമുണ്ട്. ആ പാലമരം എന്തുകൊണ്ടാണ് അലൗകികമായ വെളിച്ചത്തിൽ മുങ്ങി നിന്നത്? അതിലെന്തോ രഹസ്യമുണ്ട്. രാഗിണിക്കറിയാം. പക്ഷേ എനിക്ക് എല്ലാം അജ്ഞാതമാണ്. നേരം വെളുത്തപ്പോൾ ഒരു ശുദ്ധഗതിക്കാരനെ പോലെ ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. അല്ല, ഒരു ഗാനം കേട്ടു. ഗാനമോ? അതെ, ഒഴുകി വരുന്ന ഒരു ഗാനം. ആ ഗാനത്തെപ്പറ്റി ഞാൻ വാചാലനായി. ഒടുവിൽ ഞാൻ ചോദിച്ചു, നീ അത് കേട്ടോ? ഇല്ല. ശ്രീനിയുടെ സ്വപ്നത്തിലെ ഗാനം ഞാനെങ്ങനെ കേൾക്കാനാണ്? അതൊരു കാമുകൻ്റെ ഗാനമായിരുന്നു. ഞാൻ പണ്ട് പറഞ്ഞത് എത്ര ശരിയാണ്. ശ്രീനിക്ക് ഒരു കവിയുടെ ഹൃദയമാണുള്ളത്. കെമിസ്ട്രി പഠിച്ചിട്ടും ആ ഹൃദയം ഭാവനയുടെ മഴവില്ലിലാണ് ചവിട്ടി നിൽക്കുന്നത്. രാഗിണി എന്നെ നോക്കി പുഞ്ചിരിച്ചു. കവിയുടെ ഹൃദയം? എല്ലാം എൻ്റെ തോന്നലാണെന്നോ? എൻ്റെ സംശയങ്ങൾ ആളിക്കത്തി. അവ ഞങ്ങളെ അകറ്റി നിർത്തുന്ന മതിലുകളായി വളർന്നു. രാഗിണി ആരാണ്? ഒരു വെറും സ്ത്രീ തന്നെയാണോ? നിന്റെ കഥ മുഴുവനും നീ അപ്പോൾ പറയാത്തത് എന്താണ് രാഗിണി? പറഞ്ഞിരുന്നെങ്കിൽ നീ എൻ്റെ കൂടെ ഇന്നും ഉണ്ടാകാമായിരുന്നല്ലോ. ഇല്ല, എല്ലാം പറഞ്ഞിരുന്നെങ്കിലും നീ പുകച്ചുരുളുകളായി മാറിപ്പോയേനെ. നിന്റെ ശാപം നിന്നെ വിട്ടു പോകുമായിരുന്നില്ല. പക്ഷേ എല്ലാം ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അല്പമെങ്കിലും സ്നേഹം പകർന്നു തരാൻ ശ്രമിച്ചേനെ. ഞാൻ നിന്നെ ഒരു ഭയങ്കരിയായ യക്ഷിയായി കരുതുകയില്ലായിരുന്നു. സ്നേഹമുള്ള ത്യാഗമൂർത്തിയായ ഒരു യക്ഷിയാണ് നീയെന്ന് എത്ര വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ വരച്ച യക്ഷിയമ്പലത്തിൻ്റെ ചിത്രം തറയിൽ കിടക്കുന്നു. അത് ഒരിക്കൽ കൂടി വരയ്ക്കണം. പശ്ചാത്തലത്തിൽ ഞാൻ ഒരു പാലമരം കൂടി വരച്ചു ചേർക്കണം. നിഴലുകൾ നീങ്ങുന്നു. ക്ഷണത്തിൽ ഇരുട്ട് പരക്കും. ഇരുട്ട് ഒരു രോഗമാണ്, ഒരുതരം അർബുദം. വെളിച്ചം വളരുമ്പോൾ ഇരുട്ടും വളർന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ വെളിച്ചത്തിൻ്റെ ഉടൽ അത് അരിച്ചു തിന്നും. ഇനിയും എഴുതണമെന്നുണ്ട്, പക്ഷേ വയ്യ. അതാ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ട് വരുന്നു. ഡാലിയെ അനുസ്മരിപ്പിക്കുന്ന മനുഷ്യൻ. ഡാലി യക്ഷികളുടെ ലോകത്തെപ്പറ്റി ഒരു ചിത്രം വരച്ചാൽ എങ്ങനെയിരിക്കും? അതിൽ കാലത്തിൻ്റെ പ്രതീകം പരന്നു മടങ്ങി തൂങ്ങിക്കിടക്കുന്ന വാച്ചുകളായിരിക്കുമോ? പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോം ധരിച്ചിട്ടില്ല. എങ്കിലും എനിക്ക് അയാളെ തിരിച്ചറിയാം. അയാളുടെ മീശ എവിടെ കണ്ടാലും ഞാൻ തിരിച്ചറിയും. എന്തിനാണ് പോലീസുകാർ ഇവിടെ വട്ടമടിക്കുന്നത്, കഴുക്കളെപ്പോലെ? പനി മാറിയ ശേഷം ഞാൻ പബ്ലിക് ലൈബ്രറിയിലേക്ക് ചെന്നു. ഷെൽഫ് തോറും നടന്നു നോക്കി. സ്വപ്നങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ തേടുകയാണ് ഞാൻ. ഫിലോസഫി ഗ്രന്ഥങ്ങളുടെ ഷെൽഫിൽ വഴിതെറ്റിയെത്തിയ ഒരു പുസ്തകം ഒടുവിൽ കണ്ടെത്തി. ഹാൻഡ് ബുക്ക് ഓഫ് ഡ്രീം അനാലിസിസ്. ഞാൻ ആ പുസ്തകം എടുത്തു. ഇൻ്റർവെൽ സമയത്ത് സ്റ്റാഫ് റൂമിൽ വെച്ച് ഞാൻ അതിൻ്റെ പേജുകൾ മറിച്ചു നോക്കി. സെക്സ് സിംബൽസ്, ഇമ്പോർട്ടൻസ് ഇൻ ദ മെയിൻ, ഫ്രിജിഡിറ്റി ഇൻ വിമൻ എന്നീ ഖണ്ഡങ്ങളാണ് ഞാൻ നോക്കിയത്.
എൻ്റെ സ്വപ്നങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ഉതകുന്ന യാതൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സ്റ്റാഫ് റൂമിൽ അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിപായി ഒരു കവർ കൊണ്ടുവന്ന് തന്നു. തുറന്നു നോക്കി. എൻ്റെ ജോലിയെപ്പറ്റി പ്രതികൂല അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രിൻസിപ്പലിൻ്റെ കത്തായിരുന്നു അത്. നിങ്ങൾ ലെക്ചർ ക്ലാസ്സുകളിൽ പലപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുന്നെന്നും ചിലപ്പോൾ ക്ലാസ്സുകൾ നേരത്തെ പിടിച്ചുവിടുന്നെന്നും ചില ദിവസങ്ങളിൽ മുൻകൂട്ടി വിവരം നൽകാതെ ക്ലാസ്സിൽ ഹാജരാകുന്നില്ലെന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പ്രിൻസിപ്പൽ എഴുതിയിരിക്കുന്നത്. ഈ പ്രതികൂല അഭിപ്രായക്കുറിപ്പ് എൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നത് വ്യക്തമായിരുന്നു. എൻ്റെ വകുപ്പിലെ പ്രധാന പ്രൊഫസർ എഴുതിയതാവണം. പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണ്. എനിക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കാനാവുന്നില്ല. ലബോറട്ടറിയിലെ അപകടത്തിന് മുൻപ് ഒരു ഫോർഡ് ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് കയ്യിലൊതുങ്ങി കിട്ടിയതാണ്. അമേരിക്കയിൽ പോയി പഠിക്കാൻ കഴിയുമായിരുന്നു. പ്ലാസ്റ്റിക് വ്യവസായത്തിൻ്റെ കെമിസ്ട്രി പഠിക്കാനാണ് മോഹം. കോളേജിൻ്റെ ഇടുങ്ങിയ വേലിക്കെട്ട് പൊളിച്ച് വെളിയിൽ ചാടാനും തടിച്ച് ശമ്പളം പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയൽ കെമിസ്റ്റ് ആവാനും കഴിഞ്ഞിരുന്നേ. അപ്പോഴാണ് അപകടമുണ്ടായത്. ഉടൻ പോകാൻ പറ്റില്ലെന്ന് എഴുതിക്കൊടുത്തു. ഇനി ആ സ്കോളർഷിപ്പ് കിട്ടുമോ? കിട്ടാനിടയില്ല. എൻ്റെ കോൺഫിഡൻഷ്യൽ റെക്കോർഡ് മോശമായിരിക്കുന്നു. ജോലിക്ക് കൊള്ളാത്തവനാണെന്ന് ഞാനെന്ന് വിധിക്കപ്പെട്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് സർജറിയെപ്പറ്റി ഇടയ്ക്കിടെ ചിന്തിക്കാറുണ്ടായിരുന്നു. ഗൗരവമായി ചിന്തിച്ചിരുന്നെന്ന് പറഞ്ഞുകൂടാ. ചെലവേറിയ കാര്യമാണ്. അമേരിക്കയിൽ പോയാൽ എനിക്ക് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാകാമായിരുന്നു. വേണ്ടത്ര പണം സംഭരിക്കാൻ കഴിഞ്ഞെങ്കിൽ എൻ്റെ മുഖത്തിന് അവിടെയുള്ള സമർത്ഥന്മാരായ സർജന്മാർ റിപ്പയർ നടത്തിയേനെ. അവർ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നവരാണ്. സൗന്ദര്യത്തെ അവർ സ്പെഷ്യലിസ്റ്റുകളുടെ ബിഗ് ബിസിനസ്സായി മാറ്റിയിരിക്കുന്നു. ശുഷ്കിച്ച മാറിടമുള്ള പെണ്ണുങ്ങൾക്ക് പ്ലാസ്റ്റിക് സർജന്മാർ ഉഗ്രൻ മാറിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അകത്ത് ബില്യാർഡ്സ് പന്തുകൾ പോലും കടത്തിവെക്കുമത്രേ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. ചന്ദ്രനെ പിടിക്കാൻ മോഹിക്കുന്ന ശിശുവിനെ പോലെ. സർജറിക്ക് വേണ്ട പണം ഒരിക്കലും എനിക്ക് ഉണ്ടാക്കാനൊക്കുമായിരുന്നില്ല. എൻ്റെ കരിഞ്ഞ മുഖത്തിൻ്റെ റിപ്പയർ ബില്ല് എനിക്ക് താങ്ങാൻ സാധ്യമല്ല. എങ്കിലും ഈ പ്രതികൂല അഭിപ്രായക്കുറിപ്പ് കിട്ടിയപ്പോൾ മറിച്ചാണ് തോന്നിയത്. എങ്ങനെയെങ്കിലും ആ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അമേരിക്കയിൽ ചെന്നേനെ. എങ്ങനെയെങ്കിലും പണം സംഭരിച്ചേനെ. എൻ്റെ പ്ലാസ്റ്റിക് സർജൻ എനിക്കൊരു പുതിയ മുഖം തന്നേനെ. ഇനി അതൊന്നും നടപ്പില്ല. എൻ്റെ റെക്കോർഡ് മോശമായിരിക്കുന്നു. സങ്കടം തോന്നി. പ്രിൻസിപ്പലിനെ കാണണോ? വേണ്ട. എന്തെങ്കിലും റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ എഴുതി തരൂ എന്നോ മറ്റോ പറയും. അത്ര തന്നെ. ചന്ദ്രശേഖരൻ്റെ ഉപദേശം തേടിയാലെന്തെന്ന് നിമിഷ നേരത്തേക്ക് തോന്നി. വേണ്ട. സത്യത്തോട് കയർത്തിട്ട് എന്താണ് കാര്യം? പ്രതികൂല അഭിപ്രായക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് 100% സത്യമാണ്. എൻ്റെ ലെക്ചർ ക്ലാസ്സുകൾ ഞാൻ ഈയിടെയായി തൃപ്തികരമായ വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല. എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. എന്നെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നത്. രാത്രികളെ ഞാൻ ഭയപ്പെടുന്നു. രാത്രിയാണ് ജനാധിപത്യമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. ശക്തനായ ഒരു രാജാവിൻ്റെ ആഡംബരത്തോടെ പകൽ കടന്നു പോകുന്നു. അപ്പോൾ ആകാശഗംഗയിൽ അടുക്കും ചിട്ടയുമില്ലാത്ത നക്ഷത്രങ്ങൾ തിക്കിത്തിരക്കുന്നു. ചന്തസ്ഥലത്ത് വരുന്ന ഒരു ജനക്കൂട്ടത്തെ പോലെ. നിന്ദിതരും പീഡിതരും വേട്ടയാടപ്പെടുന്നവരും പതിതരും പകലിൻ്റെ രാജവാഴ്ച നടത്തുമ്പോൾ പുറത്തു വരാറില്ല. രാത്രിയിലാണ് അവർ മാളങ്ങൾ വിട്ടിറങ്ങുന്നത്. രാത്രിയിലാണ് മനസ്സിൻ്റെ കോണുകളിൽ ഭംഗി കുറഞ്ഞ കിനാക്കൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇരുണ്ട മൂലകളിൽ ബഹുമാന്യത കുറഞ്ഞ ഭാവനകൾ പതിയിരിക്കുന്നു. അവ നഷ്ടപ്പെട്ട സന്തോഷത്തിൻ്റെ പ്രേതങ്ങളാണ്. നപുംസകങ്ങളായ ഖേദങ്ങളാണ്. അന്നത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ആ കോണിപ്പടി കയറുന്നത്? മ്യൂസിയത്തിനടുത്തെത്തിയപ്പോൾ ആരോ എന്നെ കൈതട്ടി വിളിച്ചു നോക്കി. ചന്ദ്രശേഖരനായിരുന്നു. എന്താ താൻ ഒരു ഭയങ്കര ചിന്തകനെ പോലെ നടക്കുന്നത്? സ്ഥലകാല ബോധം കൈവിടിഞ്ഞ മട്ടിൽ ഞാൻ ഒന്നും പറയാതെ മന്ദഹസിച്ചു. ചന്ദ്രശേഖരൻ അടുത്തെത്തി. എന്താണ് പുസ്തകം? അവൻ ചോദിച്ചു. സ്വപ്നങ്ങളെ പറ്റിയുള്ള ഗ്രന്ഥം. യക്ഷികളെ കൈവിട്ടോ? സ്വപ്നങ്ങളെക്കുറിച്ചാണോ ഗവേഷണം? ഞാൻ ഈയിടെ ചില ഭയങ്കര സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു. എന്താണ്? വരൂ, നമുക്ക് പാർക്കിൽ ചെന്നിരുന്ന് സംസാരിക്കാം സ്വപ്നങ്ങളെപ്പറ്റി. എനിക്ക് ചിലതൊക്കെ അറിയാം. നേരോ? പാർക്കിൻ്റെ ഒഴിഞ്ഞ ഒരു മൂലയിൽ ഞങ്ങൾ ചെന്നിരുന്നു. എൻ്റെ കോണിപ്പടി സ്വപ്നത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തുടങ്ങി. കോണിപ്പടി കയറ്റം ഒരു സിമ്പലാണ്, ചന്ദ്രശേഖരൻ പറഞ്ഞു. എന്തിൻ്റെ? സെക്സിൻ്റെ. സത്യമോ? അതെ, അവൻ ഉറപ്പായി പറഞ്ഞു. ലൈംഗിക പ്രതീകങ്ങളെപ്പറ്റി അവൻ ദീർഘമായി ഉപന്യസിച്ചു. കുട, ഹാറ്റ്, പെൻസിൽ, പാമ്പ് എന്നിവയെല്ലാം പുരുഷലിംഗത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഗ്രീക്ക് കഥകളിൽ പാമ്പ് സംഭോഗത്തിൻ്റെ ഒരു സ്ഥിരം പ്രതീകമാണെന്ന് അവൻ പറഞ്ഞു. അപ്പോളോ ദേവൻ ആറ്റിസിനെയും സിയൂസ് ദേവൻ പേഴ്സിഫോണിനെയും പാമ്പിൻ്റെ രൂപത്തിലാണ് പ്രാപിച്ചത്. എൻ്റെ സ്വപ്നത്തെപ്പറ്റി വിശകലനം നടത്താൻ അവൻ മുതിർന്നു, ഒരു മുഖവിരയോടെ. ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചാൽ തുറന്ന മറുപടി പറയാമോ? പറയാം. നിനക്ക് എന്തെങ്കിലും കഴിവുകേട് തോന്നുന്നുണ്ടോ? എൻ്റെ കിടക്കറക്കാര്യം ചോദിക്കുകയാണവൻ. ഇതിനെപ്പറ്റിയെല്ലാം ഒരു പണ്ഡിതനെ പോലെ സംസാരിക്കാൻ ഇവൻ എങ്ങനെ സാധിക്കും?
പണ്ടെങ്ങോ വായിച്ച വല്ല പുസ്തകത്തിലും കണ്ട വിവരങ്ങൾ വിജ്ഞാനത്തിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് വെച്ചു കാച്ചാനാണ് ഭാവം. എൻ്റെ അപമാനത്തിൻ്റെ കഥ ഇവനോട് പറഞ്ഞുകൂടാ. കഴിവുകേടോ? എന്തോന്ന് കഴിവുകേട്? ബെഡ്റൂമിൽ? ഓ, അവിടെ ഞാൻ ഒരു അത്ലറ്റാണ്. ഞാൻ ഒട്ടും കൂസാതെ പച്ചക്കള്ളം പറഞ്ഞു. ചന്ദ്രശേഖരൻ കുറേ നേരത്തേക്ക് മിണ്ടിയില്ല. പിന്നെ ഒരു ക്ഷമാപണത്തിനെന്ന മട്ടിലാണ് സംസാരിച്ചത്. കോണിപ്പടി കയറ്റം ഒരു പ്രതീകമാണ്. അതിൽ നിന്നും വീഴുന്ന സ്വപ്നം കാണുന്നത് എന്താണ്? എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ആവാമെന്നാണ് എനിക്ക്. ഞാൻ ഇടയ്ക്ക് കയറി വീണു. തനിക്കിതേപ്പറ്റി വല്ലതും അറിയാമോ? ഞാൻ ചിലതൊക്കെ വായിച്ചിട്ടുണ്ട്. മുറിവൈദ്യൻ. ഞാൻ കളിയാക്കി. ഞാൻ അവനോട് യാത്ര പറഞ്ഞു. വീട്ടിലേക്ക് നടക്കുമ്പോൾ ഞാൻ എൻ്റെ കോണിപ്പടി സ്വപ്നത്തെപ്പറ്റി ചിന്തിച്ചു. അത് ഭോഗത്തിൻ്റെ പ്രതീകമാണെങ്കിൽ കോണിപ്പടി കയറ്റം കാമത്തിൻ്റെ ആരോഹണമാണ്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ പടി സംതൃപ്തിയുടെ സിമ്പലാവാം. കാമത്തിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോഴും സംതൃപ്തി കിട്ടുന്നില്ല. താഴെ വീഴുന്നു. താലമേന്തിയ പെണ്ണുങ്ങളും പട്ടുമെത്തിയിൽ കിടക്കുന്ന സുന്ദരിയും ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉപപ്രതീകങ്ങളാവാം. എനിക്ക് ഈ കുഴപ്പം എങ്ങനെയുണ്ടായി? ആ വാഴക്കൂട്ടം ഞാൻ മുൻപിൽ കണ്ടു. ഒരിക്കലും അതിനെക്കുറിച്ച് മറക്കാനാവുന്നില്ല. ഒരനുഭവം ശാശ്വതമായി മനസ്സിനെ പരിക്കേൽപ്പിക്കുമോ? മാംസക്കച്ചവടം നടത്തുന്ന ആ മരയഴിയിട്ട വീട്ടിൽ വെച്ച് എൻ്റെ മാർദ്ദവമുള്ള മനസ്സിന് ഛേദം സംഭവിച്ചു കാണുമോ? ആ ഛേദം എൻ്റെ ശരീരത്തിൻ്റെ കഴിവിനെ ബാധിക്കുകയാണോ? വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ആ ഇടവഴി കടന്ന് ഞാൻ വീട്ടിലെത്തി. രാഗിണിയെ കണ്ടില്ല. മേശപ്പുറത്ത് ഒരു കുറിപ്പ് കണ്ടു. ഞാൻ കല്യാണിയമ്മയുടെ വീട്ടിലുണ്ടാവും. വന്നാലുടൻ വിളിക്കൂ. ഞാൻ വിളിച്ചില്ല. മടങ്ങുമ്പോൾ മടങ്ങട്ടെ. ആ കുളിമുറി സ്വപ്നം ഓർമ്മ വന്നു. ഒരു പണ്ഡിതനെ പോലെ ഞാൻ അതിനെ വിശകലനം ചെയ്യാൻ നോക്കി. ചന്ദ്രശേഖരന് സ്വപ്നങ്ങളെ വിശകലനം ചെയ്യാമെങ്കിൽ എനിക്കുമാവാം. ആ രക്തം ഒരു പ്രതീകമാണ്. എത്രയോ കൊല്ലങ്ങളായി കല്യാണിയമ്മ ഒരു മാതാവാകാൻ അഭിലഷിക്കുന്നു. ആ മോഹത്തിൻ്റെ പാല് പിരിഞ്ഞു പോകാതെ അവർ കാത്തു സൂക്ഷിച്ചു. ഇതാ, വിചാരിക്കാതെ ഗർഭധാരണമുണ്ടായിരിക്കുന്നു. ഒരു ഭാഗ്യക്കുറി കിട്ടിയ പോലെ. വൈകി വന്ന ഗർഭമാണ്. അവർ പ്രായം ചെന്ന വൃക്ഷമാണ്. ആദ്യത്തെ ഫലം പേറാൻ ശ്രമിക്കുന്നു. കണ്ണിമാങ്ങിയായി അത് വാടി വീഴരുത്. അത് വളരണം, മാമ്പഴമാകണം. പക്ഷേ വെള്ളം രക്തമായി മാറുന്നു. രക്തവും ഗർഭവും തമ്മിൽ ബന്ധമുണ്ട്. ആർത്തവത്തിൻ്റെ പ്രതീകമാണ് ആ കുളി. വിശകലനം ഇത്രയുമായപ്പോൾ സംശയങ്ങൾ ഉയർന്നു. ഇങ്ങനെയൊരു സ്വപ്നം കാണേണ്ടത് കല്യാണിയമ്മയല്ലേ? അവർ പ്രസവിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു ചൊക്കുമില്ല. ഞാനീ സ്വപ്നം കാണുന്നത് എന്തിന്? സ്വപ്നത്തിൽ രക്തത്തിൽ കുളിച്ച രാഗിണി പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ട്? യക്ഷി ഭ്രൂണം തിന്നാൻ കാത്തിരിക്കുന്നു. എൻ്റെ തല പുകഞ്ഞു. ഒന്ന് കുളിച്ചാൽ എന്തെന്ന് തോന്നി. എണ്ണ തേച്ച് കുളിക്കണം. എത്രയോ വർഷങ്ങളായി എണ്ണ തേച്ച് കുളിച്ചിട്ട്. 5 കൊല്ലം മുൻപ് വടക്കേ ഇന്ത്യയിൽ 2 ആഴ്ചക്കാലം താമസിക്കേണ്ടി വന്നു. നാറുന്ന ഒരുതരം എണ്ണയാണ് കുളിക്കാൻ കിട്ടിയത്. ഉപയോഗിച്ചില്ല. 2 ആഴ്ചക്കാലം എണ്ണ തേക്കാത്തതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ എണ്ണ തേക്കേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഉറക്കം കുറവാണ്. കിടക്കയിൽ കിടന്നുരുളുന്നു. അനാവശ്യമായ ചിന്തകൾ ലഹളക്കാരുടെ ഒരു സംഘം പോലെ തലച്ചോറിൻ്റെ ഗേറ്റുകളിൽ ഒത്തുചേരുന്നു. ലേശം ഉറങ്ങിയാലും ഗാഢനിദ്ര ഉണ്ടാവുന്നില്ല. സ്വപ്നങ്ങൾ കാണുന്നു. നേരിയ ശബ്ദങ്ങൾ പോലും എന്നെ ഉണർത്തുന്നു. എണ്ണ തേച്ചാൽ തല തണുക്കുമെന്നല്ലേ പറയാറുള്ളത്? ഇന്ന് രാത്രി നന്നായി ഉറങ്ങണം. അല്ലെങ്കിൽ ആ പ്രതികൂല അഭിപ്രായക്കുറിപ്പിനെ പറ്റി വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതൊരു പുണ്ണാണ്. അതിനു ചുറ്റും നഖം ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ രസം തോന്നും. ആലോചനയുടെ നഖം കൊണ്ട് രാഗിണിയുടെ എണ്ണ ഉപയോഗിക്കാം. നീലിഭൃംഗാതി നല്ല തണുപ്പാണെന്ന് കേട്ടിട്ടുണ്ട്. നന്നായി തേച്ചു കുളിക്കണം. ഒന്നാന്തരമായി ഉറങ്ങണം. അങ്ങനെ ഉറങ്ങിയ രാത്രികൾ ഞാൻ മറന്നിരിക്കുന്നു. എണ്ണ തേച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ തോർത്ത് കണ്ടില്ല. പെട്ടി പരിശോധിച്ചു. അലക്കിയ തോർത്തില്ല. രാഗിണിയുടെ പെട്ടിയിലുണ്ടാവും. അവളുടെ പെട്ടി ഞാൻ തുറന്നു. മുകളിൽ സാരികളാണ്. ഞാൻ അവയ്ക്കിടയിലൂടെ തപ്പി നോക്കി. ഒരു ഡയറിയാണ് കിട്ടിയത്. രാഗിണിയുടെ ഡയറി. അവൾ ഡയറി കുറിപ്പുകൾ എഴുതാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആദ്യത്തെ കുറിപ്പിതായിരുന്നു. ഇത് നന്മ നിറഞ്ഞ ലോകമാണെന്ന് ആദ്യം ഞാൻ കരുതിപ്പോന്നത്. എന്തൊരബദ്ധം! ആളുകൾ കറുത്ത മഷിയും ബ്രഷുകളും ഏന്തി നിൽക്കുന്നു. വെളുത്തതെന്തിലും അവർക്ക് കറുത്ത ചായം പുരട്ടണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ജീവിതം തകർന്നാൽ അവർക്കെന്താണ്? വിശ്വാസം നശിച്ച ലോകം. ഞാൻ ദാ ഏകയായിരിക്കുന്നു. ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? പിന്നെ കുറേ പുറങ്ങളിൽ ഒന്നും എഴുതിയിരുന്നില്ല. ഞാൻ പേജുകൾ മറിച്ചു നോക്കി. 2 പേജുകൾക്കിടയിൽ ഉണങ്ങിയ ഒരു മുല്ലപ്പൂ കണ്ടു. തീയതി നോക്കി. രാഗിണി എൻ്റെ വീട്ടിൽ വന്ന ദിവസമാണ്. ആ ഉണങ്ങിയ പൂവ് ഒരു ഓർമ്മക്കുറിപ്പായി വച്ചിരിക്കുകയാണ്. അതാ വീണ്ടും ഒരു കുറിപ്പ്. വിഷമിച്ച് നിന്ന് എനിക്ക് കൂട്ടുവന്നു. നല്ല മനുഷ്യൻ. ശൂന്യമായ കുറേ പുറങ്ങൾ. വീണ്ടും ഒന്ന്. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ലോകത്തിൽ നന്മ ഇനിയും ബാക്കിയുണ്ട്. എനിക്ക് പ്രതീക്ഷകളുണ്ട്. വെളിച്ചം പരന്നേക്കാം. അടുത്തത് കൽമണ്ഡപത്തിലെ നിമിഷങ്ങൾ മറക്കാനാവില്ല. പിന്നെ അമ്മൂമ്മ മരിച്ചു. ഇനി ഞാൻ അനാഥയാണ്. തികച്ചും. ഒന്നും എഴുതാത്ത പുറങ്ങൾ പിന്നെയും മറിച്ചു നോക്കി. അതാ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തുറന്ന കൈയോടെ സ്വീകരിച്ചു. നാളെയാണ് വിവാഹം. ഞാൻ പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് നിന്നപ്പോൾ എന്തൊരാർത്തിയാണ് കാണിച്ചത്. കൊതിയൻ.
ഒരു നശിച്ച ലെക്ചർ ക്ലാസ് സ്വർഗത്തിൽ കടന്നു വന്നു. പഴഞ്ചൊല്ലിലെ കട്ടുറുമ്പ് പോലെ അടുത്ത കുറിപ്പിതായിരുന്നു: എനിക്ക് ചുറ്റും ഒരു കോവിലുണ്ടാക്കിയാൽ ഞാൻ മറ്റൊരു കുമാരിയാകും. പക്ഷേ എനിക്ക് കോവിൽ വേണ്ട, ഭക്തൻ്റെ പൂജ മാത്രം മതി. അടുത്തത് കന്യാകുമാരിയിലെ അനുഭവം ആവർത്തിക്കുമോ? വീണ്ടും ജൂഡി മരിച്ചു. എന്നെ ഭയന്നിട്ടാണോ? പിന്നെ എന്തൊക്കെയോ സംശയിക്കുന്നു. പാലമരത്തിൽ നിന്നും പാട്ട് കേട്ടത്രേ. ഞാൻ കേട്ടില്ല. പനിയുടെ ശക്തി കൊണ്ട് തോന്നിയതാവണം. ഞാൻ സാരികൾക്കിടയിൽ ഡയറി മടക്കി വെച്ചു. തോർത്തിനു വേണ്ടി പിന്നെയും തിരിഞ്ഞപ്പോൾ ഒരു ചെറിയ ആഭരണപ്പെട്ടി കണ്ടു. 6 വളകളും 2 മാലകളും അതിലുണ്ടായിരുന്നു. പഴയ ആഭരണങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളവ. ഞാൻ ചിന്താധീനനായി. രാഗിണി എന്നെ വഞ്ചിക്കുകയാണ്. ഒട്ടും മടിക്കാതെ അവൾ കള്ളം പറയുന്നു. ഇത്തരം ആഭരണങ്ങൾ വേറെയുമുണ്ടോ എന്ന് തങ്കം ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ചായ കൊണ്ടുവരാനല്ലേ അവൾ പോയത്. അവളുടെ ഓല ഒരു മ്യൂസിയം പീസാണെന്ന് ഞാൻ പറഞ്ഞതാണ്. പഴയ ആഭരണങ്ങളെപ്പറ്റി നടത്തിയ പഠനത്തെപ്പറ്റിയും ഞാൻ പറഞ്ഞു. സ്വാഭാവികമായി രാഗിണി ചെയ്യേണ്ടത് എന്താണ്? കൈവശമുള്ള പഴയ ആഭരണങ്ങൾ മുഴുവനും എന്നെ കാണിക്കണം. അത് ചെയ്തില്ല. ഒളിച്ചു വെച്ചു, മറച്ചു വെച്ചു. അതൊരു കള്ളിയുടെ പ്രവൃത്തിയാണ്. പാലമരത്തിലെ ഗാനം എൻ്റെ തോന്നലാണെന്ന് പറഞ്ഞു നിൽക്കാം. പക്ഷേ ഈ പഴയ ആഭരണങ്ങൾ തോന്നലല്ല, ഒരു വസ്തുതയാണ്. ജനലഴികൾ പിടിച്ചു നിന്നുകൊണ്ട് ആ ഗാനം അവൾ കേട്ടു. അലൗകികമായ ആ പ്രകാശം അവൾ കണ്ടു. എന്നിട്ട് എന്നെ കബളിപ്പിക്കാൻ നോക്കി. കൊതുകുകടിയുടെ കഥ പറഞ്ഞു. തുടക്കം മുതൽ അവൾ കളവ് പറയുകയായിരുന്നോ? ആണെന്ന് തോന്നി. ആ അമ്മുമ്മ ഒരു കളവാണ്. ആ ചെറിയ പഴയ വീട് മറ്റൊരു കളവാണ്. എൻ്റെ മനസ്സിൻ്റെ സൗന്ദര്യം അവളെ എന്നോട് അടുപ്പിച്ചെന്ന് പറയുന്നത് ഭയങ്കരമായ പൊളിയാണ്. ആരാണവൾ? മനുഷ്യവർഗത്തിൽപ്പെട്ടവൾ തന്നെയോ? ഛേ, ശാസ്ത്രകാരനാണ് ഞാൻ. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൂടാ, സംശയിച്ചുകൂടാ. സംശയങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ഞാൻ ശ്രമിച്ചു. അവ നിന്നില്ല. കറുത്ത കുതിരകളെപ്പോലെ അവ കുതിച്ചു മുന്നേറി. ശാസ്ത്രം? എന്തോന്ന് ശാസ്ത്രം? ശാസ്ത്രത്തിൻ്റെ മുതൽക്കൂട്ടുകൾ മുഴുവനും കഴിഞ്ഞ 300 കൊല്ലങ്ങളിലുണ്ടായതാണ്. ശാസ്ത്രവും ടെക്നോളജിയും ഇന്നും ശിശുക്കളല്ലേ? എല്ലാത്തിനും ഉത്തരം പറയാൻ കഴിയുന്ന അത്ഭുത ശിശുക്കളല്ല അവ രണ്ടും. ഫുട് ലൈറ്റുകൾ കൊണ്ട് പ്രദീപ്തമായ അരങ്ങിൽ നാം ജീവിത നാടകം അഭിനയിക്കുന്നു. പക്ഷേ സൈഡ് കർട്ടനുകൾക്ക് പിന്നിൽ വെളിച്ചം കുറവാണ്. ചില ഭാഗങ്ങൾ ഇരുട്ട് തന്നെയാണ്. ജൂലിയൻ ഹക്സലിയും മറ്റൊരാളും ചേർന്നെഴുതിയ ഒരു പുസ്തക പരമ്പര ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്നിൽ സിയാൻസുകളെപ്പറ്റി പറയുന്നു. തറയിൽ നിന്നും സ്വയം ഉയരുന്ന മേശകൾ, പറന്നു നടക്കുന്ന കസേരകൾ, എങ്ങു നിന്ന് വരുന്ന സംഗീതം, മരിച്ചവരുടെ ശബ്ദം പകർന്നു തരുന്ന മീഡിയങ്ങൾ, ചെവിയിൽ കൂടെ ഒലിച്ചു വരുന്ന എക്ടോപ്ലാസം. ഒട്ടേറെ ഫോട്ടോകൾ ആ പുസ്തകത്തിലുണ്ട്. ചെവിയിൽ നിന്നൊലിക്കുന്ന എക്ടോപ്ലാസം ഒരു മുഖത്തിൻ്റെ രൂപം സ്വീകരിക്കുന്നതാണ്. ഒരു ഫോട്ടോ, മറ്റൊരു ഫോട്ടോ ഒരു പ്രേതത്തിൻ്റേതാണ്. ത്രിമാന പ്രീതിയില്ലാത്ത ഒരു ചിത്രം. നേർത്ത പുകച്ചുരുൾ പോലെയുള്ള മുഖവും ഉടലും. ഭൂരിപക്ഷം ശാസ്ത്രജ്ഞന്മാരും നിരീശ്വരവാദികളല്ല. ദൈവമുണ്ടെങ്കിൽ മറ്റു ചിലത് കൂടി ഉണ്ടാവരുതോ? ചെകുത്താൻ പല മതങ്ങളുടെയും കാതലാണ്. ദൈവത്തെപ്പോലെ തന്നെ ക്രിസ്ത്യാനിക്ക് ലൂസിഫറും അനുയായികളുമുണ്ട്. ഹിന്ദുവിന് യക്ഷിയും മാടനും അറുകൊലയും. യക്ഷികളും പ്രേതങ്ങളും അന്ധവിശ്വാസത്തിൻ്റെ സന്താനങ്ങളാണെങ്കിൽ ആ സന്താനങ്ങളുടെ മൂത്ത ചേട്ടനല്ലേ ദൈവം? ആരാണ് രാഗിണി? വിഷമുള്ള ഒരു സുന്ദര ഫലമോ? ഞാൻ ആ ഡയറി വീണ്ടും എടുത്തു. എന്തിനാണിവൾ ഡയറിക്കുറിപ്പുകൾ എഴുതുന്നത്? ഞാൻ അവളെ കൈനീട്ടി സ്വീകരിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ പ്രതീക്ഷിച്ചതുപോലെ. എന്ന് പറഞ്ഞാൽ അവളുടെ ആസൂത്രണം ഫലിച്ചെന്നോ? പണ്ട് ചന്ദ്രശേഖരൻ ചോദിച്ചതെല്ലാം ഓർമ്മ വന്നു. ആരാണിവൾ? നാടേത്? വീടേത്? ബന്ധുജനങ്ങളാര്? അവളെപ്പറ്റി തനിക്ക് കാര്യമായൊന്നും അറിഞ്ഞുകൂടാ. ചന്ദ്രശേഖരൻ്റെ വാക്കുകൾ ഒരു കൊട്ടുപടിയുടെ ശക്തിയോടെ എൻ്റെ തലയിൽ വീണ്ടും വീണ്ടും വന്നടിച്ചു. ഇത്രയും നാൾ ഒന്നിച്ച് താമസിച്ചിട്ടും എനിക്കവളെ അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ സംശയിക്കുന്നു. ഞാൻ ആ ഡയറിക്കുറിപ്പുകളെ നോക്കി. ഇനി അവൾ കുറെ കൂടി കരുതി നടക്കുമായിരിക്കും. എനിക്ക് മുഖം മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ബുദ്ധി എൻ്റെ കൂടെ തന്നെയുണ്ട്. അമ്മൂമ്മ മരിച്ചെന്ന് ഡയറിയിൽ കുറിച്ചിരിക്കുന്നു. പാലമരത്തിൽ നിന്നുയർന്ന ഗാനം അവൾ കേട്ടില്ലെന്ന് ഡയറിയിൽ എടുത്തെഴുതിയിരിക്കുന്നു. എന്തിനാണത്? എന്നെ ചതിക്കാനാണ്. എന്നെങ്കിലും ഞാൻ ഡയറി കണ്ടെത്തുമെന്ന് അവൾ ഊഹിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊള്ളണം. പാവം രാഗിണി. അവളുടെ അമ്മൂമ്മ മരിച്ചുപോയി. ആ ഗാനം എനിക്കുണ്ടായ തോന്നലാണ് പനി പിടിച്ച് കിടക്കുമ്പോൾ. അങ്ങനെ ഒരു മരത്തലേനെ പോലെ ഞാൻ ചിന്തിച്ചാൽ അവൾക്ക് ക്രമേണ എൻ്റെ മുഴുവൻ വിശ്വാസവും വീണ്ടെടുക്കാം. ഭയങ്കരി. ഡയറി ഞാൻ വീണ്ടും തിരിച്ചു വെച്ചു. തോർത്തെടുത്തില്ല. പെട്ടി അടച്ചു. തോർത്തെടുത്താൽ പെട്ടി തുറന്നുവെന്നറിയും. ഡയറി കണ്ടെന്ന് സംശയിക്കും. ഞാൻ ഡയറി കണ്ടതായി രാഗിണി സംശയിച്ചുകൂടാ. അവൾ ഇനിയും എന്തൊക്കെയാണ് എഴുതാൻ പോകുന്നതെന്നറിയണം. ഈ ഡയറി ഒന്നു മാത്രമാണ് അവളെക്കുറിച്ച് എന്തെങ്കിലും വെളിച്ചം പരത്താനിടയുള്ള രേഖ. വെളിയിൽ കിടന്നിരുന്ന രാഗിണിയുടെ മുഷിഞ്ഞ തോർത്ത് എടുത്തുകൊണ്ടുവന്ന് ഞാൻ കുളിമുറിയിൽ കയറി. ഷവറിനിടയിൽ നിന്നപ്പോൾ സുഖം തോന്നി. നീലിഭൃങ്കാതി എണ്ണ കൊള്ളാം. കണ്ണുകൾ പുകഞ്ഞ് അവയിലൂടെ എൻ്റെ തലച്ചോറിലെ ചൂട് വെളിയിലേക്ക് പറക്കുന്നു. ഒടുവിൽ കണ്ണുകൾ തണുത്തു. രാഗിണി മടങ്ങി വരുന്നില്ല. നീലിഭൃങ്കാതി എന്നെ നിദ്രയുടെ പൂഞ്ചോലയിലേക്ക് ക്ഷണിച്ചു.
ആഹാരമൊന്നും കഴിക്കാതെ ഞാൻ കിടക്കാനൊരുങ്ങി. കിടക്കറയിലേക്ക് പോകരുതെന്ന് തോന്നി. രാഗിണിയുടെ കൂടെ കിടക്കാൻ വയ്യ. ഓഫീസ് റൂമിൽ ഒരു വെറും ഷീറ്റ് തറയിൽ വിരിച്ച് ഞാൻ കിടന്നു. നീലിഭൃംഗാദിക്ക് സ്വപ്നങ്ങളോട് മല്ലിടാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി ഞാൻ കല്യാണിയമ്മയെ കുളിമുറിയിൽ കണ്ടു. എങ്ങും രക്തം. തറയിലിരിക്കുന്ന രാഗിണിയുടെ ചുണ്ടുകളിൽ നിന്നും ചോര ഇറ്റു വീഴുന്നു. ഇന്ന് ചന്ദ്രശേഖരൻ വന്നിരുന്നു. ഞങ്ങൾ ഒട്ടേറെ സംസാരിച്ചു. കോളേജിൽ വിശേഷമൊന്നുമില്ല. പ്രിൻസിപ്പൽ എൻ്റെ കാര്യം തിരക്കി. എനിക്ക് വേഗം സുഖമാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അതായത് എൻ്റെ ഭ്രാന്ത് മാറുമെന്ന്. ഞാൻ മന്ദഹസിച്ചു. ചന്ദ്രശേഖരൻ എന്നെ അനുതാപപൂർവ്വം നോക്കി. ആളുകൾ എന്നെപ്പറ്റി വല്ലതുമൊക്കെ പറയുന്നുണ്ടോ? ഞാൻ ചോദിച്ചു. രാഗിണിയുടെ അന്ത്യത്തെപ്പറ്റി? ചന്ദ്രശേഖരൻ മൗനം ദീക്ഷിച്ചു. അപ്പോൾ ഞാൻ രാഗിണിയുടെ അന്ത്യത്തെപ്പറ്റി വിവരിക്കാൻ തുടങ്ങി. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും വിശദമായി ആവർത്തിച്ചു. അവളുടെ ശരീരം ചലിച്ചു. അതിൽ ഓളങ്ങൾ നൃത്തം വെച്ചു. ഞാൻ കരിങ്കൽ തൂണിലിരിക്കുകയാണ്. അവൾ പുകച്ചുരുളുകളായി മാറി. അപ്പോൾ ആകാശം ചോരയിൽ കുളിച്ചിരുന്നു. കാടുകൾ നിണമൊഴുകിയിരുന്നു. പറയൂ, ഞാൻ രാഗിണിയെ കൊന്നുവെന്നോ മറ്റോ? അവൻ മറുപടി പറഞ്ഞു തന്നില്ല. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്, എനിക്കറിയാം. അവർ എന്നെ തുറച്ചു നോക്കുന്നു. ഒന്നും മിണ്ടാതെ ചന്ദ്രശേഖരൻ എഴുന്നേറ്റു. പിന്നെ വളരെ മടിച്ചിട്ടെന്ന വണ്ണം തറയിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ശ്രീനി, പോലീസുകാർ നിന്നോട് രാഗിണിയെപ്പറ്റി വല്ലതും ചോദിക്കുന്നെങ്കിൽ നീ മറുപടിയൊന്നും പറയരുത്. എന്നെ വിവരം അറിയിക്കണം. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്? എന്നെ പോലീസുകാർ സംശയിക്കുന്നുണ്ടോ? അവർ എന്നെ ചോദ്യം ചെയ്യുമോ? രാഗിണി മരിച്ചിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ലേ? അവൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. പുകച്ചുരുൾ പോലെ അവൾ രൂപം മാറി. പോലീസുകാർ കരുണയില്ലാത്തവരാണ്, ഭാവനയില്ലാത്തവരാണ്. സ്റ്റാർച്ച് ചെയ്ത അവരുടെ യൂണിഫോം പോലെ പരിക്കനാണ് അവരുടെ ഹൃദയങ്ങൾ. ചന്ദ്രശേഖരൻ പോയ ശേഷം ഞാൻ എഴുതാനിരുന്നു. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രത്യക്ഷപ്പെട്ടു. മീശക്കാരൻ സർക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ മുറിയിൽ കടന്നു വന്നു. ഇന്നോളം വന്നിട്ടില്ല. ഇന്ന് വന്നത് എന്തുകൊണ്ടാണ്? ഹലോ മിസ്റ്റർ ശ്രീനിവാസൻ, അയാൾ എന്നെ വിളിച്ചു. അത് കേട്ടാൽ തോന്നും എത്രയോ നാളത്തെ പരിചയമുണ്ടെന്ന്. ഹലോ, ഞാൻ മന്ദഹസിക്കാൻ ശ്രമിച്ചു. അയാൾ ഇരുന്നു. സബ് ഇൻസ്പെക്ടർ വരാന്തയിൽ തന്നെ നിന്നതേയുള്ളൂ. എന്താണ് എഴുതുന്നത്? സർക്കിൾ ഇൻസ്പെക്ടർക്ക് അറിയണം എൻ്റെ കഥ തീരാറായോ? ഇനിയും എഴുതാൻ ബാക്കിയുണ്ട്. ഗുഡ്, എല്ലാം എഴുതണം, അയാൾ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾ ഇവിടെ കൂടെ വരുന്നത് എന്താണ്? അയാൾ എന്നെ തുറച്ചു നോക്കി, മീശ പിരിച്ചു കയറ്റി. വല്ലാത്തൊരു ചിരിയോടെ അയാൾ പറഞ്ഞു, ഒരു കേസ് അന്വേഷിക്കുകയാണ്. എന്ത് കേസ്? ഒരു കൊലപാതകം. ആരാണ് മരിച്ചത്? ഒരു സ്ത്രീ. ഏതു സ്ത്രീ? എൻ്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. അയാൾ എഴുന്നേറ്റു. സോറി, ഞാൻ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുകയാണ്. ഇറങ്ങട്ടെ. മേശപ്പുറത്ത് വച്ചിരുന്ന തൊപ്പിയെടുത്തുകൊണ്ട് അയാൾ നടന്നു. ഞാൻ ചിന്താധീനനായി. എന്നെ കാണാൻ അയാൾ വന്നത് എന്താണ്? കൊലക്കേസ് അന്വേഷിക്കുന്നു. ഒരു സ്ത്രീയാണ് മരിച്ചത്. ഏതു സ്ത്രീ? ഒരു സ്ത്രീ മരിച്ചതിന് എന്നെ തുറച്ചു നോക്കണോ? എന്നെ സംശയിക്കുന്നുണ്ടോ? ആ സ്ത്രീ രാഗിണിയാണോ? പോലീസുകാർ മടയന്മാരാണ്. അവർ കഥകൾ മെനഞ്ഞുണ്ടാക്കും. എൻ്റെ രാഗിണി മരിച്ചിട്ടില്ല. ഞാൻ ആവർത്തിച്ചു തന്നെ പറയട്ടെ, അവൾ പുകച്ചുരുളുകളായി മാറുകയാണുണ്ടായത്. ഞാനും രാഗിണിയും തമ്മിൽ നടന്ന ആദ്യത്തെ വഴക്കിനെപ്പറ്റി ഞാൻ എഴുതട്ടെ. ഞാൻ അവളെ വിളിക്കാൻ കൂട്ടാക്കാതെ ആഹാരം കഴിക്കാതെ കിടന്നുറങ്ങിയതെന്താണെന്ന് അവൾ ചോദിച്ചു. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ തേച്ചു കുളിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. വന്നപ്പോൾ വിളിക്കാത്തത് എന്ത്? ഞാൻ കുറിപ്പെഴുതി വെച്ചിട്ടാണല്ലോ കല്യാണിയമ്മയുടെ വീട്ടിൽ പോയത്. വിളിക്കണമെന്ന് തോന്നിയില്ല. ഞാൻ അല്പം ഉറക്കെയാണ് സംസാരിച്ചത്. രാഗിണിയുടെ കണ്ണുകൾ നനഞ്ഞു. എന്താണ് ഓഫീസ് റൂമിൽ കിടന്നുറങ്ങിയത്? അങ്ങനെ തോന്നി. ഈയിടെ എന്നോട് വല്ലാതെ പെരുമാറുന്നു. അവൾ കണ്ണീരൊലിപ്പിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. എന്നെ വേദനിപ്പിക്കരുത്, അവൾ തുടർന്നു. എനിക്ക് ദേഷ്യം വന്നു. വേദനിപ്പിച്ചാൽ? രാഗിണി അത്ഭുതത്തോടെ എന്നെ നോക്കി. നിങ്ങൾക്കിതെങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എന്ന് ചോദിക്കുന്ന മട്ടിൽ. പറയൂ, വേദനിപ്പിച്ചാൽ? ഞാൻ സഹിക്കും. ഞാനൊരു പെണ്ണല്ലേ? ആരുമില്ലാത്ത ഒരു പെണ്ണ്. പെണ്ണുങ്ങൾ വേദന അനുഭവിക്കാൻ ജനിച്ചവരാണ്. അവൾ പൊട്ടിക്കരഞ്ഞു. നീ എന്തിനു കരയുന്നു? ഞാൻ ചോദിച്ചു. എൻ്റെ വാക്കുകളിൽ അനുതാപമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അകന്നു തുടങ്ങി. അവൾ ഒരു യക്ഷിയാണ്. ഒരേ കൂരയ്ക്കടിയിൽ ഞാൻ അവളൊന്നിച്ച് താമസിക്കുന്നു. അവൾ എന്നെ എന്തു ചെയ്യും? എൻ്റെ രക്തം കുടിക്കുമോ? അവളെ തൊട്ടുകൂടാ. അവളുടെ ചൂടേറ്റുകൊണ്ട് ഉറങ്ങിക്കൂടാ. ഞാൻ ഭയന്നു. നിഴലുകൾ എൻ്റെ ചുറ്റും പതിയിരിക്കുന്നു. ഞാൻ പതിവായി നീലിഭൃംഗാദി എണ്ണ തേച്ച് കുളിക്കാൻ തുടങ്ങി. നല്ല എണ്ണ. ഉറങ്ങാൻ കഴിഞ്ഞു. എങ്കിലും സ്വപ്നങ്ങൾ കാണും. വണ്ടുകളെപ്പോലെ അവ തലയോടിനുള്ളിൽ ഓടി നടക്കും. ഒരു പ്രത്യേകതരം മാമ്പഴമുണ്ട്. അണ്ടി പൊളിച്ചാൽ അകത്ത് 1-2 വണ്ടുകളുണ്ടാവും. ആ മാങ്ങേണ്ടി പോലെയാണ് എൻ്റെ തലയോട്. മൂളിപ്പറക്കുന്ന വണ്ടുകൾ അതിനകത്തുണ്ട്. ആയുർവേദക്കാർ കവികളാണ്. എത്ര നല്ല പേരുകളാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. നീലിഭൃംഗാദി, ജാതികുസുമാദി, മധുസ്നേഹി, മദനകാമേശ്വരി. ഞാൻ എൻ്റെ ഓഫീസ് മുറിയിലാണ് കിടന്നു പോന്നത്. വെറും തറയിൽ ഒരു ഷീറ്റ് മാത്രം വിരിച്ചു കിടന്നു. വളരെ കരുതി നടക്കണം. അവളുടെ സൗന്ദര്യം എന്നെ അപകടപ്പെടുത്തരുത്. അനന്തൻ്റെ ഭാര്യയുടെ അസുഖം മാറിയിരുന്നില്ല. ഇടയ്ക്കിടെ രാഗിണിയെ വിളിക്കാൻ ആൾ വരും.
ഒരു നല്ല അയൽക്കാരിയെപ്പോലെ കല്യാണിയമ്മയുടെ പരിചരണത്തിന് അവൾ മടികൂടാതെ ചെല്ലും. അനന്തന് മുന്നറിയിപ്പ് നൽകണോ? എൻ്റെ ഭാര്യ യക്ഷിയാണ്. ഭ്രൂണങ്ങളെ തിന്നാൻ അവൾക്ക് കൊതിയാണ്. അവൾ ചോര കുടിക്കും. കന്യാകുമാരിയിൽ വെച്ച് അവൾ എൻ്റെ ചോര കുടിക്കാൻ ശ്രമിച്ചു. അവൾ എന്നെ ചുംബിക്കാൻ വന്നാൽ ഞാൻ ഒഴിഞ്ഞു മാറിക്കളയും. അവളുടെ കൂടെ ഞാൻ കിടക്കുകയില്ല. കല്യാണിയമ്മയുടെ ഭ്രൂണം അവൾ ഭക്ഷിക്കും. അതുകൊണ്ട് കൂട്ടിന് വിളിക്കരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആനന്ദൻ വിശ്വസിക്കുകയില്ല. അയാൾ ചിരിക്കും. എനിക്ക് ചിത്തഭ്രമമുണ്ടെന്ന് വിചാരിക്കും. ഭാര്യമാരെ പറ്റി ഭർത്താക്കന്മാർ ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ കണ്ണിമാങ്ങ തറയിൽ വീണു പോകും. അത് വളരുകയില്ല, മൂത്ത ഫലമാവുകയില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അനന്തൻ്റെ വീട്ടിലേക്ക് രാഗിണി പോയപ്പോൾ ഞാൻ അവളുടെ പെട്ടി തുറന്നു. പുതിയ ഡയറി കുറിപ്പുകളുണ്ടോ? ദീർഘമായ ഒരു കുറിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ സംശയിക്കുന്നു, ഭയങ്കരമായി സംശയിക്കുന്നു. എൻ്റെ അരികിൽ വരാൻ മടിയാണ്. എൻ്റെ മുറിയിൽ കിടക്കുന്നില്ല. ഒറ്റയ്ക്ക് ഓഫീസ് മുറിയിൽ തറയിൽ കിടന്നുറങ്ങുന്നു. എൻ്റെ പ്രതീക്ഷകൾ തകരുകയാണ്. ഞാൻ സുന്ദരിയല്ലേ? എന്നിട്ടും ഞാനൊരു മണിവീണയാണ്. എങ്കിലും കമ്പികൾ മീട്ടാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. കവിഹൃദയമുള്ള മനുഷ്യനാണെങ്കിലും ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ആ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുണ്ടായിരുന്നത്. എവിടെ ചെന്നെത്തും? എന്ത് സംഭവിക്കും? അവൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. മണിവീണ കമ്പികൾ ഞാൻ മീട്ടുന്നില്ല. എനിക്കതിന് കഴിവില്ലാഞ്ഞിട്ടാണെന്ന് അവൾ അറിയുന്നുണ്ടോ? ഞാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഒരു യക്ഷിയോട് ഞാൻ എങ്ങനെ അടുക്കാനാണ്? അന്ന് വൈകുന്നേരം ചന്ദ്രശേഖരനും തങ്കവും വീട്ടിൽ വന്നു. തങ്കത്തിന് രാഗിണിയുടെ ഓല വാങ്ങിക്കൊണ്ട് പോകണം. തങ്കവും രാഗിണിയും ആഭരണങ്ങളെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാനും ചന്ദ്രശേഖരനും മറ്റൊരു മൂലയിലേക്ക് പോയി. പാർക്കിൽ വെച്ച് നടന്ന സംഭാഷണം അവൻ ഓർമ്മിച്ചു എന്ന് തോന്നുന്നു. അവൻ ചോദിച്ചു, തനിക്ക് എന്തു പറ്റി? എന്താണ് ഇങ്ങനെ തളർന്നു മട്ടിലിരിക്കുന്നത്? ഏയ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞു. ചന്ദ്രശേഖരൻ എന്താണ് സംശയിക്കുന്നത്? സ്വപ്നങ്ങളെപ്പറ്റി സംസാരിച്ചപ്പോൾ പാർക്കിൽ വെച്ച് അവൻ എൻ്റെ കിടക്കറ രഹസ്യങ്ങൾ അറിയാൻ ശ്രമിച്ചില്ലേ? തങ്കത്തിനോട് രാഗിണി വല്ലതും പറഞ്ഞു കാണുമോ? സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വിധിതേറും. രാഗിണി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും തങ്കം എൻ്റെ പ്രശ്നം എന്താണെന്ന് ഒരുപക്ഷെ ഊഹിച്ചിരിക്കാം. ചന്ദ്രശേഖരനോട് പറഞ്ഞിരിക്കാം. തന്നെ വെളിയിലെങ്ങും കാണുന്നില്ലല്ലോ. രാഗിണിയെ താൻ വീട്ടിലടച്ചു വെച്ചിരിക്കുന്നത് എന്താ? ഞാനൊന്നും പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ താൻ കുറെ ഭേദപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. തൻ്റെ കൂടി വിട്ട് പുറത്തു വരുമെന്ന് കരുതി. ഈ ഘട്ടത്തിൽ തങ്കവും രാഗിണിയും ഞങ്ങളുടെ സമീപം വന്നു. എന്താ ചർച്ച? തങ്കം ചോദിച്ചു. ഞാൻ ശ്രീനിയെ കുറ്റപ്പെടുത്തുകയാണ്. എന്തിന്? ഇപ്പോഴും കൂടി വിട്ട് പുറത്തിറങ്ങുന്നില്ലല്ലോ. അത് ശരിയാണ്, തങ്കം പറഞ്ഞു. സംഭാഷണത്തിൻ്റെ ഗതി രാഗിണിക്ക് ഇഷ്ടമാകുന്നില്ലെന്ന് എനിക്ക് തോന്നി. അവളുടെ മുഖം വാടിയിരുന്നു. ഞാൻ ഒതുങ്ങിക്കഴിയുന്നതിനെപ്പറ്റി കുറ്റപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രശേഖരനും തങ്കവും കുറേ നേരം സംസാരിച്ചു. വിവാഹം കഴിഞ്ഞവർ ഇങ്ങനെയൊന്നുമല്ല ജീവിക്കേണ്ടത്. ഉത്സാഹമായി കഴിയണം. വീട്ടിൽ പൊട്ടിച്ചിരിയും ബഹളവും വേണം. രാഗിണിയെപ്പോലെ സുന്ദരിയായ ഒരു ഭാര്യയെ സൂര്യപ്രകാശം ഏൽക്കാതെ വീട്ടിൽ അടച്ചു വയ്ക്കുന്നത് എന്താണ്? ഒന്നിച്ച് നടക്കാൻ ഇറങ്ങരുതോ? ബീച്ചിൽ പോകരുതോ? കോളേജിൽ ഈയിടെ നടന്ന നാടകത്തിന് എല്ലാവരും പ്രൊഫസർമാരും ലെക്ചറർമാരും ഭാര്യമാരൊന്നിച്ച് വന്നിരുന്നു. വരാത്തത് ശ്രീനിയും രാഗിണിയും മാത്രമാണ്. അൺഫെയർ. തങ്കം അല്പം നാടകീയമായി തന്നെ എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. എന്ത്? ഞാൻ ചോദിച്ചു. ആണുങ്ങൾ കുറെ കൂടി നന്നായി പെരുമാറണം. ഞങ്ങൾ വീട്ടിൽ അടങ്ങിയൊതുങ്ങി കഴിയുന്നവരാണ്. വല്ലപ്പോഴും ഞങ്ങൾക്കും ഈ ലോകമൊന്ന് കാണണ്ടേ? തങ്കം പറഞ്ഞു. ചന്ദ്രശേഖരൻ രാഗിണിയെ നോക്കി. അവൾ ഒന്നും പറഞ്ഞില്ല. എങ്കിലും അവളുടെ വിഷാദഭാവം അവൻ ഗൗനിച്ചു. അവളുടെ കണ്ണുകൾ സംസാരിച്ചു. അതെ, തങ്കം പറയുന്നത് എത്ര ശരിയാണെന്ന്. ഇവിടെ ഞാനൊരു തടവുകാരിയാണ്. ഞങ്ങൾ അന്യരെ പോലെ കഴിയുന്നു. ഒന്നിച്ചു കിടക്കുന്നില്ല. എന്നെ അദ്ദേഹം എങ്ങും കൊണ്ടുപോകുന്നില്ല. എടോ, ഇന്ന് നമുക്ക് സ്ത്രീകളെ അനുസരിച്ച് കളയാം. 5:30 ആയതേ ഉള്ളൂ. നമുക്കൊരു സിനിമ കാണാം. ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു. സിനിമയൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. തൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചില്ലല്ലോ. പുറപ്പെടൂ. രാജ്ഞിമാർ ഉത്തരവിടുന്നു, നാം അനുസരിക്കുന്നു. അത്ര തന്നെ. സിനിമയ്ക്ക് പോകണമെന്ന് അവർ പറഞ്ഞില്ലല്ലോ. തനിക്ക് തങ്കത്തിൻ്റെ ഭാഷ മനസ്സിലാവാഞ്ഞിട്ടാണ്. വല്ലപ്പോഴും ലോകം കാണണ്ടേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം സിനിമ കാണണമെന്നാണോ? അതെ. ഞാൻ കീഴടങ്ങി, ഒട്ടും സന്തോഷമില്ലാതെ തന്നെ. രാഗിണി വേഷം മാറാൻ അകത്തുപോയി. തന്നെ കണ്ടാൽ എന്തോ ത്യാഗമനുഷ്ഠിക്കാൻ പോവുകയാണെന്ന് തോന്നും. ഒന്ന് ചിരിക്കടോ. ചിരിക്കാൻ ഞാൻ മറന്നിരിക്കുന്നു. ഞാൻ ആകെ മാറിപ്പോയിരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അടുത്തൊരു വീഡിയോയിൽ തുടർഭാഗവുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിടാം.